നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ GST മുഴുവൻ റീഫണ്ട് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാല്ലേ. എന്നാ അങ്ങനെ എല്ലാ GST റീഫണ്ട് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ഒന്നല്ല, പല രാജ്യങ്ങളും ടൂറിസ്റ്റുകാർക്ക് GST റീഫണ്ട് കൊടുക്കാറുണ്ട്. അപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ കാറിൽ നിന്ന് കപ്പലിനെ അവസാനമായി ഒന്നുകൂടി കണ്ട് നേരെ പോയത് സിംഗപ്പൂരിലെ മുസ്തഫ ഷോപ്പിംഗ് സെന്ററിലേക്കായിരുന്നു. ഇവിടെ 24 hours ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഏത് പാതിരാത്രിക്കും ഷോപ്പിംഗ് എളുപ്പമാണ് കേട്ടോ. ടൂറിസ്റ്റേഴ്സിന്റെ കയ്യിലുള്ള എല്ലാ ട്രോളി ബാഗ്സ് ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ ലോക്ക് ചെയ്ത് സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടുത്തെ സാധനങ്ങളുടെ ക്വാളിറ്റി അറിയാവുന്നതുകൊണ്ട് തന്നെ കുറച്ച് ചോക്ലേറ്റ്സ്, ടോയ്സ്, ഡ്രസ്സ്, പിന്നെ കുട്ടികൾക്കുള്ള ഒരു സ്കൂൾ ബാഗും കൂടി എനിക്കൊരു വാച്ചും വാങ്ങിയായിരുന്നു. അവിടെ കുറെ ബ്രാൻഡ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു യൂണീക് പീസ് നോക്കി വന്നപ്പോഴത്തേക്ക് മെയ്ഡ് ഇൻ ഇന്ത്യക്ക് തന്നെയാണ് ഇറക്കുന്നത്. എനിക്ക് അതിൽ സിൽവർ വാച്ചായിരുന്നു ഇഷ്ടപ്പെട്ടതെങ്കിലും എന്നും ഈ സിൽവർ തന്നെയല്ലേ എടുക്കുന്നത്. ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ, മാറ്റിപ്പിടി എന്ന് പറഞ്ഞ് ജോസ് സെലക്ട് ചെയ്തത് ഇതായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏത് വാച്ചാ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണേ. അമ്മയ്ക്ക് വാച്ച് വാങ്ങിയാൽ പിന്നെ മോൾക്കും വേണമല്ലോ. അങ്ങനെ 1 മണിക്കൂറിന്റെ കരച്ചിനോടിൽ മോൾക്കും കിട്ടിയ ഒരു വാച്ച്. മുസ്തഫയിൽ നിന്ന് ഒരു ദിവസം 100 സിംഗപ്പൂരിലുള്ള സാധനങ്ങൾ വാങ്ങി GST റീഫണ്ട് കൺഫേം ആണ് കേട്ടോ. പിന്നെ നേരെ പാസ്പോർട്ട്, SGRL കാർഡുമായിട്ട് മുസ്തഫയിലെ GST കൗണ്ടറിലേക്ക് അങ്ങോട്ട് ഓടിയാൽ മതി. ഈ ഒരു ചെറിയ ഷോപ്പിംഗ് നടത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് 74 സിംഗപ്പൂർ ഡോളർ തിരിച്ചു കിട്ടിയായിരുന്നു കേട്ടോ. ഷോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ രാത്രി മാറി പകലായതൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. GST റീഫണ്ടിന് നമ്മളിവിടെ അപ്ലൈ ചെയ്തെങ്കിലും റീഫണ്ട് കിട്ടുന്നത് എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ 6:15 രാത്രി മുഴുവൻ ഉറങ്ങാത്തിന്റെ മൂഡ് ഓഫ് മാറ്റാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുകയാണ്. ഇതേ അവിടെ ആരെങ്കിലും ആ മലബാർ ഗോൾഡ് കണ്ടായിരുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ട് 1 മണിക്കൂറായി. അല്ല, 1 മണിക്കൂറായില്ല, അതാരോ ഓളത്തി പറഞ്ഞതാട്ടാ. ഇനി ഇവിടെ ഇരുന്ന ഫ്ലൈറ്റ് മിസ് ആവുന്നതുകൊണ്ട് ഞങ്ങൾ നേരെ പാഴ്സൽ എടുത്ത് എയർപോർട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു. നിക്ക് എങ്ങോട്ടാ? എയർപോർട്ടിലെത്തി ഓടിപ്പോയി ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പായി GST റീഫണ്ട് ചെയ്യാൻ മറക്കല്ലേ. ലഗേജ് പോയ ശേഷം വാങ്ങിയ ഐറ്റംസ് കാണിക്കാൻ GST കൊണ്ടെങ്ങാനും പറഞ്ഞ. അതുകൊണ്ട് ആദ്യം പോയത് GST റീഫണ്ട് ചെയ്യാനായിരുന്നു. ഞങ്ങൾ കപ്പലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സ് മുസ്തഫ ഷോപ്പിംഗ് സെന്റർ എത്തിയപ്പോ ഒന്ന് മാറ്റിയായിരുന്നു. കണ്ടിന്യൂസ് ഷോപ്പിംഗ് അല്ലേ, എയർപോർട്ട് എത്തുമ്പോൾ ഫ്രഷ്നെസ് പോയാലോ എന്ന് കരുതി. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? ജോഹാനക്കാണെങ്കിൽ രാത്രി മുഴുവൻ ഉറങ്ങാത്തതിന്റെ എല്ലാം മൂഡ് ഓഫ് മുഖത്തുണ്ട്. വാങ്ങിയ സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെ ലഗേജിൽ കുത്തിക്കയറ്റി ചെക്കിന് പോയപ്പോഴോ ലാപ്ടോപ്പ് ഹാൻഡ് ബാഗിൽ വെക്കാനേ പറ്റത്തുള്ളൂ, ലഗേജിൽ നിന്ന് പുറത്തെടുക്കണം അത്രേ. നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ ലാപ്ടോപ്പ് ലഗേജിൽ വെച്ചിട്ടായിരുന്നു പോയത്. ഇത്ര പെട്ടെന്ന് റൂളും മാറിയോ? സേഫ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് കരുതിയ ലാപ്ടോപ്പ് ലഗേജ് വെച്ചത്. പിന്നെ എല്ലാം കുത്തി തുറന്ന് ലാപ്ടോപ്പിനെ പുറത്തെടുത്ത്. അങ്ങനെ GST കൗണ്ടിൽ മൂഞ്ചാത്തത് ഇവിടെ മൂഞ്ചി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പണിയിട്ടിട്ടുണ്ടോ? അങ്ങനെ ലഗേജ് എല്ലാം കൊടുത്ത് GSTയും കിട്ടി. ഞങ്ങൾ എമിഗ്രേഷന് വരുമ്പോഴാണ് എന്റെ മോനെ എവിടുന്ന് കണ്ടു തുടങ്ങണമെന്ന് അറിയില്ല, അത്രയ്ക്ക് ഉണ്ട് ഇവിടെ കാണാൻ. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് തീരും മുമ്പ് ഫൈനൽ കോൾ കേട്ട് ആള് കയറാനുണ്ടെന്നും പറഞ്ഞ് ഓടിയാണ് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറിയത് കേട്ടോ. രാത്രി ഒട്ടും ഉറങ്ങാത്തതുകൊണ്ട് ഫ്ലൈറ്റ് കയറിയപ്പോ തന്നെ ജോഹാന ഉറക്കായി. എയർ ഇന്ത്യ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഉറക്കമേ വന്നില്ല. ഇവിടുന്ന് മുംബൈ, പിന്നെ മുംബൈ ടു കൊച്ചി. മുംബൈ എയർപോർട്ടിൽ വെയിറ്റിംഗ് ഉണ്ടായിരുന്നോണ്ട് 2 മുടക്ക് ഞങ്ങൾ ലോഞ്ചിൽ കയറി. ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ഈ ചായ തന്നെയല്ലേ ഞാനിപ്പോ ഫുഡിനൊപ്പം ലോഞ്ചിൽ നിന്ന് കുടിച്ചത്? ഈ ചായ തന്നെയല്ലേ നാട്ടിൽ 20 രൂപയ്ക്ക് കിട്ടുന്നത്? എയർപോർട്ട് തന്നെ അല്ലേ, ഞാൻ സ്പേസിലെത്തിയോ എന്നൊക്കെ വിചാരിച്ചെങ്കിലും ആ ഷോപ്പിൽ തിരക്കുണ്ടപ്പോ മനസ്സിലായി ഇതൊക്കെ എനിക്ക് മാത്രമാണ് അബ്നോർമൽ എന്ന്. നാട്ടിലെ വിലയുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ വലിയ വ്യത്യാസമില്ലാത്ത KFCയിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. കൂടെ ഒരു ഐസ്ക്രീം കൂടി ആയാലോ? ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്നാൽ മതിയോ? വീട്ടിൽ പോണ്ടേ നമുക്ക്? അങ്ങനെ ഇവിടെയും ഫൈനൽ കോൾ കിട്ടിയപ്പോ ഐസ്ക്രീം കയ്യിലെടുത്തോണ്ടാണ് ഫ്ലൈറ്റിലേക്ക് ഓടിയത്. അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കണ്ടിന്യൂട്ടാണ്ട് കണ്ടു മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും എന്താ ഫുഡ് എത്തി. പറഞ്ഞു തരും മുമ്പേ കൊച്ചി എയർപോർട്ടിൽ യൂബറും ബുക്ക് ചെയ്തത് ആ വീട്ടിലും എത്തി. ഇത്രയും പൊടിയോ? 3 മാസം ചുമ്മാ പുറത്തിരുന്ന് സ്കൂട്ടർ പൊടി പിടിക്കണ്ടെന്നുള്ളതുകൊണ്ട് അകത്ത് കെട്ടി വെച്ചിട്ടായിരുന്നു പോയത്. ബൈ ദ വൈ സ്വന്തമായിട്ട് ഒരു കാറില്ലാത്തോണ്ട് ഭാഗ്യമായി. നാട്ടിലെത്തിയാൽ ആദ്യം ഞങ്ങളുടെ വീട് കാണാൻ പോകാനായിരുന്നു പ്ലാനെങ്കിലും എയർ ഇന്ത്യ ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആദ്യം പള്ളിയിലേക്ക് പോകാൻ ഞങ്ങളുടെ നൈസായിട്ട് പ്ലാൻ മാറ്റിയായിരുന്നു. അങ്ങനെ ആദ്യം പള്ളിയിലേക്കും പിന്നെ ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്കും. പണികൾ ഇനിയും ബാക്കിയുണ്ടെങ്കിലും ഇങ്ങനെ നോക്കുമ്പോൾ പണി പൂർത്തിയായി പെയിന്റിൽ മുങ്ങിക്കുളിച്ച് സുന്ദരിയായി നിൽക്കുന്ന ഞങ്ങളുടെ വീടാണ് കേട്ടോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം.